319 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 538 പേരെ ജമ്മുവിൽ നിന്നും കാശ്മീരിൽ നിന്നും എയർലിഫ്റ്റ് ചെയ്ത വാർത്തകൾ ഉൾപ്പെടെ അന്നത്തെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന രക്ഷാദൌത്യ കർമ്മങ്ങൾ ഒരു സിമ്പിൾ ഗൂഗിൾ സെർച്ചിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ബൃഹത്തായ രക്ഷാദൌത്യ കർമ്മങ്ങളും വിമാനങ്ങൾ അനുവദിക്കാതിരിക്കുന്നതിന് കാരണമായി. രണ്ടാമത്തെ ചോദ്യം, തിരഞ്ഞെടുത്ത പാത സുരക്ഷിതമാക്കിയിട്ടില്ല, അതോടൊപ്പം വാഹനവ്യൂഹത്തെ ആക്രമിക്കാൻ സാധ്യതയുള്ള ലിങ്ക് റോഡുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇതിനുള്ള ഉത്തരം തികച്ചും തെറ്റു തന്നെയാണ് ഈ വാദവും. ബോംബ് സ്ഫോടനത്തിൽ തകർന്ന ബസ്സിൽ 39 CRPF സൈനികരാണ് ഉണ്ടായിരുന്നത്. മരിച്ച 40ാമത്തെ സൈനികൻ CRPFന്റെ ROP അഥവാ റോഡ് ഓപ്പണിംഗ് പാർട്ടി കമാൻഡറായി പാതയോരത്ത് നിന്നിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നു. CRPF സൈനികരുടെ കോൺവോയ് യാത്രയിൽ വാഹനങ്ങൾക്ക് സുരക്ഷയൊരുക്കി പാതയോരങ്ങളിൽ വിന്യസിക്കപ്പെടുന്നവരാണ് ROP സൈനികർ. ഉത്തരാഖണ്ഡുകാരനായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മോഹൻലാൽ ആയിരുന്നു അന്നവിടെ മൈൽ സ്റ്റോൺ നമ്പർ 272 നിലയുറപ്പിച്ചിരുന്നത്. ബസ്സിന് നേരെ മാരുതി ഈക്കോ കാർ ഓടിച്ചു കയറ്റുന്നത് കണ്ട അദ്ദേഹം അതിനെ തടുക്കാൻ ശ്രമിക്കുകയും കാർ നിർത്താതെ മുന്നോട്ട് കുതിച്ചപ്പോൾ അതിനെ പിന്തുടർന്ന് നിറയൊഴിക്കുകയും ചെയ്തു.